തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലുവയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ജനസേവ തെരുവ് നായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി സമരം ഉദ്ഘാടനം ചെയ്തു. ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ PTA അംഗങ്ങളാണ് സമരം സംഘടിപ്പിച്ചത്. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന നഗരഹൃദയത്തിലെ സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ രണ്ടു നേരവും സഞ്ചരിക്കുന്നത് തെരുവ് നായ്ക്കളുടെ വിഹാരരംഗമായി മാറിയ റോഡുകളിലൂടെയാണ്. ആലുവയിലെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് മുനിസിപ്പാലിറ്റി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു. ഇവിടെ ഇന്ന് ഞങ്ങൾ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ PTA മീറ്റിംഗിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ 1500ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ PTA മീറ്റിംഗാണ് നടക്കുന്നത്. ഇവിടുത്തെ രക്ഷിതാക്കൾ എല്ലാവരും തന്നെ വളരെ സങ്കടത്തിലാണ്. ഒരു വിഷയം എന്ന് പറയുന്നത് തെരുവ് പട്ടികൾ കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റുന്നില്ല. മിക്ക കുട്ടികളും നടന്നു വരുന്ന കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. സാധാരണക്കാരായ കുടുംബത്തിലെ വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും. അപ്പോൾ ആ കുട്ടികളുടെ ജീവിതം വളരെ ദുസ്സഹമാവുകയാണ്. എല്ലാ PTA മെമ്പേഴ്സും പറയുന്നത് എത്രയും പെട്ടെന്ന് തെരുവ് പട്ടികളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റണം, അവരെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഷെൽട്ടർ ആക്കണം, അതിന് ഭരണകൂടം മുന്നോട്ട് വരണം എന്നൊരാശയമാണ് അവരെല്ലാവരും എന്നോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു സമരം പോലെ ഒരു നിൽപ്പ് സമരം ഇവിടെ സംഘടിപ്പിച്ചത്. ആ നിൽപ്പ് സമരത്തിൽ ഒരാശയമാണുള്ളത്, തെരുവ് നായ വിമുക്ത കേരളം അത് നടപ്പിലാക്കണം എന്നൊരു ആശയമാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇത് നാനാജാതി മതസ്ഥരുള്ള ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് സെന്റ് ഫ്രാൻസിസ് സ്കൂള്. PTA എല്ലാവരും ഒരഭിപ്രായമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് എല്ലാവരും ഒരഭിപ്രായത്തിൽ പറയുകയാണ്, തെരുവ് പട്ടികളെ എത്രയും പെട്ടെന്ന് ഷെൽട്ടർ ആക്കണം. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയന്ന് മറിച്ചാണ് വരുന്നത്. ഏത് സമയത്താണ് എൻ്റെ മക്കളെ തെരുവ് പട്ടികൾ കടിക്കുന്നത് എന്നുള്ളൊരു വലിയ സങ്കടത്തിലാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ, ഭരണകർത്താക്കൾ എല്ലാവരും ഈ രംഗത്ത് മുമ്പോട്ട് വരണം, ഇതിനുവേണ്ടി ശബ്ദം ഉയർത്തണം. തെരുവ് പട്ടികളെ സുപ്രീം കോടതി വിധി അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഷെൽട്ടർ ആക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആവശ്യം. അത് നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ജനസേവ തെരുവ് നായ വിമുക്ത ഭാരതം എന്ന സംഘടന മുന്നോട്ട് വരികയാണ്. ഈ സംഘടനയോടൊപ്പം എല്ലാ സുമനസ്സുകളും അണിചേർന്നുകൊണ്ട് കേരളത്തെ തെരുവ് നായ വിമുക്ത കേരളമാക്കി ഇന്ത്യക്ക് മാതൃകയാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. PTA പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, സെക്രട്ടറി റോസ്മേരി, അധ്യാപക പ്രതിനിധി മോണിക്ക, ജുബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.